അത്യാധുനിക ചികിത്സാരംഗത്ത് എന്നും മുൻപന്തിയിൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. കേരളത്തിലെ ആദ്യ റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തുടക്കമായി. രക്തനഷ്ടം, വേദന, ഇൻഫെക്ഷൻ എന്നിവ പരമാവധി കുറയ്ക്കുവാൻ ഇതുകൊണ്ട് സാധിക്കും. സമൂഹത്തിലെ എല്ലാവർക്കും മികച്ച ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെ 4 പതിറ്റാണ്ട് മുൻപ് ഡോക്ടർ KG അലക്സാണ്ടറിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് തുടക്കം കുറിച്ച ബേബി മെമ്മോറിയൽ ആശുപത്രി ഇപ്പോൾ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയിൽ മുൻനിരക്കാരാണ്. ഗുണനിലവാരവും പ്രതിബദ്ധതയും നിറഞ്ഞ സേവനത്തിന്റെ തുടർച്ചയാണ് തൊടുപുഴയിലെ സംരംഭം. അത്യാധുനിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ ഇവിടെ അന്താരാഷ്ട്ര നിലവാരമുള്ള ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാണ്. അതിനൂതന റോബോട്ടിക് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുള്ള മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് തൊടുപുഴ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തുടക്കമായി. ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി വികസിപ്പിച്ചെടുത്ത വെലിസ് റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ കേരളത്തിൽ ആദ്യമെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു. ലണ്ടൻ ഹെൽത്ത് സെന്റർ പ്രതിനിധി ഡോക്ടർ ജെയിംസ് എൽ ഹോവാർഡും ഓർത്തോപീഡിക്സ് മേധാവി ഡോക്ടർ OT ജോർജും ചേർന്ന് റോബോട്ടിക് മുട്ടുമാറ്റിവയ്ക്കൽ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ റോബോട്ടിക് ശസ്ത്രക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർത്തോപീഡിക് മുട്ടുമാറ്റിവയ്ക്കൽ സർജന്റെ ആ പ്രെസിഷൻ എന്ന് വെച്ചാൽ എവിടെ വെട്ടണം, എന്നിട്ട് ആ ഇംപ്ലാന്റ് വെക്കണം, ഈ ഒരഞ്ഞ് തേയ്മാനം പറ്റിയ ഭാഗം എത്രമാത്രം മുറിച്ച് കളഞ്ഞ് ഈ സ്പെഷ്യൽ ഇംപ്ലാന്റ്സ് തേയ്മാനം വരുന്ന സ്ഥലത്ത് സ്പെഷ്യൽ ഇംപ്ലാന്റ്സ് എവിടെ വെക്കണം, അത് എങ്ങനെ സ്യൂട്ടാവും, അതിൻ്റെ ആക്സസ് എങ്ങനെയാണ്, എത്രമാത്രം ടിഷ്യൂ സാൽവേജ് ചെയ്യാമെന്ന് വെച്ചാൽ ഉള്ളത് നിലനിർത്താൻ പറ്റും എന്നുള്ളതൊക്കെ നോക്കി പ്ലാൻ ചെയ്ത് ഈ ഇംപ്ലാന്റ് വെച്ച് മാറ്റിവെക്കലാണ് മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയ. റിഫൈൻമെൻറ്റ്, പ്രസിഷൻ, അതിൻ്റെ സങ്കീർണതകൾ കുറവാണ്. പ്ലാൻ ചെയ്തിട്ടാണ് അതെല്ലാം ചെയ്യുക. വേദന കുറവായിരിക്കും, ടിഷ്യൂ മുറിക്കൽ കുറവായിരിക്കും. പിന്നെ അതുകൂടാതെ ഹോസ്പിറ്റലിൻ്റെ സ്റ്റേ നമ്പർ ഓഫ് ഡേയ്സും കുറവായിരിക്കും. അപ്പോൾ എല്ലാ കാര്യത്തിലും അഡ്വാൻറ്റേജ് ആണ് ഇത് കിട്ടുക. ഏറ്റവും കൃത്യമായും സൂക്ഷ്മതയോടെയും ശസ്ത്രക്രിയ നടത്താമെന്നതാണ് റോബോട്ടിക് സംവിധാനത്തിന്റെ പ്രത്യേകത. രക്തനഷ്ടം, വേദന, ഇൻഫെക്ഷൻ എന്നിവ പരമാവധി കുറയ്ക്കാനും സമയനഷ്ടം ഒഴിവാക്കി ആശുപത്രിവാസം കുറയ്ക്കാനും റോബോട്ടിക് മുട്ടുമാറ്റിവയ്ക്കൽ കൊണ്ട് സാധിക്കുന്നു. തൊടുപുഴ BMH CEO ഡോക്ടർ KP ജയകിഷൻ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ടോമി മാത്യു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഓരോരുത്തരുടെ നീയും വ്യത്യാസമുണ്ട്. എല്ലാ നീയും നീ തന്നെയാണ്, പക്ഷെ ഓരോരുത്തരുടെ നീയും വ്യത്യാസമുണ്ട് അനാറ്റമിക്കലി. അപ്പം ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റം മെയ്ഡ് മാതിരിയാണ്. എന്ന് വെച്ചാൽ ഓരോ നീക്കും അതിന് യോജിച്ച രീതിയിലാണ് നമ്മൾ ഈ ബോൺ കട്ട് എടുക്കുക. അപ്പോൾ നമ്മളൊരു നീ ജോയിൻ റീപ്ലേസ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ബോൺ കട്ട് എടുത്തിട്ട് ആർട്ടിഫിഷ്യലായിട്ട് ഇത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രിസൈസ് ആയിരിക്കും, സോഫ്റ്റ്. അതായത് നമുക്ക് ഈ പെയിനൊക്കെ കൂടുതൽ ഉണ്ടാകുന്നത് നമ്മൾ അതിനകത്ത് ചുറ്റുമുള്ള മസിൽസൊക്കെ കൂടുതൽ കട്ട് ചെയ്യുമ്പോഴാണ്. പക്ഷേ ഇതിൻ്റെ ഇൻസിഷൻ റിലേറ്റീവ്ലി ചെറുതാണ്. അതിൻ്റെ സോഫ്റ്റ് ടിഷ്യൂ ഡാമേജ്, അതായത് നമ്മുടെ മസിൽസും അതുപോലെ അതിൻ്റെ ടെൻഡനും ഫേഷ്യയൊക്കെ നമ്മൾ ഡിസെക്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഓരോരുത്തരുടെയും നീയുടെ അനാറ്റമി അനുസരിച്ച് ആവശ്യമുള്ള ബോൺ മാത്രം നമ്മൾ അതിനകത്ത് കട്ട് ചെയ്യുന്നുള്ളൂ. സോ ദാറ്റ് റിക്കവറി വിൽ ബി ബെറ്റർ. പെയിൻ കുറവായിരിക്കും, ഇൻസിഷൻ ചെറുതായിരിക്കും, ആൻഡ് പ്രിസിഷൻ വിൽ ബി വെരി 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 ആക്യുറേറ്റ്. ഏറ്റവും പുതിയ ഓർത്തോപീഡിക് ടെക്നോളജികളും പ്രവീണരായ ഓർത്തോ സർജന്മാരുടെയും ടീം ചേർന്ന് രൂപപ്പെടുത്തുന്ന സമഗ്ര പരിചരണ സംവിധാനത്തിലൂടെ അസ്ഥി സംയുക്ത ചികിത്സയിൽ വിപ്ലവം സൃഷ്ടിക്കാനാണ് BMHന്റെ ലക്ഷ്യമെന്ന് അധികൃതർ വ്യക്തമാക്കി. And it also means that compared to when I used to do my conventional knee replacements compared to my robotic knee replacements, the amount of soft tissue dissection I have to do is less, because with the robotic I can put the parts exactly where I want them to be and do less damage to any of the tissues when I'm doing that. So still the surgeon, but allows the surgeon to be more precise and allows the surgeon to position things uniquely for each person to hopefully help them in the long term with that replacement. ഡോക്ടർ OT ജോർജ്, ഡോക്ടർ അനിൽ J തോമസ്, ഡോക്ടർ ജോസഫ് സ്റ്റീഫൻ, ഡോക്ടർ നിഖിൽ ജോസഫ് മാർട്ടിൻ, ഡോക്ടർ ജിജോ AJ, ഡോക്ടർ ക്രിസ്റ്റോ ജോസ്, ഡോക്ടർ അലക്സ് T ജോൺസൺ, ഡോക്ടർ ഇജാസ് സിദ്ദിഖ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ഓർത്തോ വിഭാഗം പ്രവർത്തിക്കുന്നത്. നമ്മുടെ കൂടുതൽ കൃത്യതയോടെയും വ്യക്തതയോടും കൂടി കാര്യങ്ങൾ കട്ട് ചെയ്യാൻ, റീപ്ലേസ്മെൻറ്റിന് മുമ്പുള്ള കട്ട്സ് എടുക്കുക, ഇതൊക്കെയാണ് ഈ മെഷീനിൽ ചെയ്യുന്നത്. ഒരു ഓവറോൾ ഔട്ട്കം വിൽ ബി ബെറ്റർ. 30-ൽ കൂടുതൽ സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി, മെഡിക്കൽ, സർജിക്കൽ വിഭാഗങ്ങൾ തൊടുപുഴ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ഭാഗമാണ്. ഉയർന്ന റിസ്ക്കുള്ള ഗർഭധാരണ പരിചരണം, 24 മണിക്കൂർ അടിയന്തര വിഭാഗം,
ഓപ്പറേഷൻ തിയേറ്ററുകൾ, ICU ബെഡുകൾ, 24 മണിക്കൂർ ആക്സിഡന്റ് ട്രോമ കെയർ യൂണിറ്റ്, 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ ഇന്റർവെൻഷണൽ കാർഡിയോളജി, കാത്ത് ലാബ്, ന്യൂറോ സർജറി, പ്രത്യേക OT, ICU വിഭാഗം എന്നിവ പൂർണ്ണ സജ്ജമാണ്. കൂടാതെ ന്യൂറോളജി ആൻഡ് സ്ട്രോക്ക് ക്ലിനിക്, EEG, സ്ലീപ്പ് സ്റ്റഡി തുടങ്ങി ന്യൂറോ ഡയഗ്നോസ്റ്റിക് സേവനങ്ങൾ, ഡയാലിസിസ് യൂണിറ്റ്, CT ആൻഡ് MRI സ്കാനിംഗ്, 24 മണിക്കൂറും പ്രവർത്തന സജ്ജമായ ആംബുലൻസ്, ഫാർമസി, ലാബോറട്ടറി, ബ്ലഡ് സെന്റർ എന്നിവയും ശ്രദ്ധേയം. 100-ലേറെ വരുന്ന പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും സേവനം ആശുപത്രിയെ വേറിട്ടതാക്കുന്നു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.